കോൺഗ്രസിന്റെ ഒഴിച്ചിട്ട 5 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനായി കെപിസിസി നേതാക്കൾ യോഗം ചേരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ചർച്ചയിൽ അന്തിമധാരണയായി. INTUC ഭാരവാഹികളുമായും നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. റഹീസ്, എങ്ങനെ നീങ്ങുന്നു ചർച്ചകൾ? ഷാനിമോളുടെ കാര്യത്തിൽ തീരുമാനമായി, മറ്റ് തീരുമാനമാകാത്ത കാര്യങ്ങൾ മാത്രവുമല്ല, INTUC പ്രശ്നം ഏതാണ്ട് പരിഹരിക്കാവുന്ന രീതിയിൽ എത്തിക്കാണുമല്ലോ. പ്രസാദ്, ഇന്ന് തന്നെ കോൺഗ്രസ് ഒഴിച്ചിട്ട 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് നേതാക്കളുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ദിരാഭവനിൽ യോഗം ചേരുന്നത്. KPCC പ്രസിഡന്റ് വി.എം. സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ ചേർന്നാണ് കാര്യങ്ങൾ അന്തിമ ധാരണയുണ്ടാക്കാൻ വേണ്ടി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് DCC പ്രസിഡന്റ് ബാലചന്ദ്രൻ യോഗത്തിന് തൊട്ടുമുമ്പ് നേതാക്കളുമായി സംസാരിച്ചു. ഒറ്റപ്പാലത്ത് ശാന്ത ജയറാമിനെ മാറ്റി ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് പാലക്കാട് DCC ഔദ്യോഗികമായി തന്നെ KPCC നേതൃത്വത്തെ അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ഷാനിമോൾ ഉസ്മാൻ തന്നെയാകും ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ അന്തിമമായ ധാരണയായിട്ടുണ്ട്. പക്ഷേ പ്രഖ്യാപനവും മറ്റു കാര്യങ്ങളും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടാകൂ. മറ്റ് സീറ്റ്, കയ്പമംഗലം സീറ്റ് RSPക്ക് കൊടുക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ കയ്പമംഗലത്ത് KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിനായിരിക്കും മത്സരിക്കുക. RSPക്ക് നൽകുന്ന പയ്യന്നൂർ സീറ്റിൽ RSP കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇല്ലിക്കൽ അഗസ്ത്യയെ മത്സരിപ്പിക്കാനാണ് RSPയുടെ തീരുമാനം. മറ്റ് സീറ്റുകൾ, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ഒരു സീറ്റ് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് INTUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PG ദേവിനെയാണ് സജീവമായി കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത്. മറ്റൊന്ന് ദേവികുളത്ത് R രാജാറാം എന്നൊരു സ്ഥാനാർത്ഥിയായിരുന്നു പ്രഖ്യാപിച്ചത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ മണ്ഡലത്തിൽ നിന്നുണ്ടായി. മുൻ MLA AK മണി അടക്കമുള്ളവരുടെ ഒരു പ്രതിഷേധമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ രാജാറാമിനെ മാറ്റി D കുമാറിനെ അവിടെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃതലത്തിലുണ്ടായിരിക്കുന്ന ധാരണ. INTUC നേതാക്കൾ വിമതസ്വരം ഉയർത്തി നിൽക്കുന്നു. R ചന്ദ്രശേഖരനെ തണുപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് കാഞ്ഞങ്ങാട് സീറ്റും ദേവികുളം സീറ്റും INTUC ഭാരവാഹികൾക്ക് നൽകാൻ തീരുമാനമായിരിക്കുന്നത്. പക്ഷേ തനിക്ക് മലമ്പുഴ സീറ്റ് വേണം എന്നൊരു ആവശ്യമാണ് R ചന്ദ്രശേഖരൻ നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. മലമ്പുഴയിൽ ഇതിനകം തന്നെ KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മാറ്റാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും 3 നേതാക്കളും R ചന്ദ്രശേഖരനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം അറിയാൻ കഴിയും. റഹീസ് റഷീദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.